സൊമാറ്റോഫോം ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കണ്ടീഷനും ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ ഈ പേഴ്സണ് എന്തെങ്കിലും അസ്വസ്ഥതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നതായിരിക്കും. തനിക്ക് അസുഖം ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷേ അതിന് മെഡിക്കൽ കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ് കോസ് ചെയ്യുന്നത്. അതായത് സ്ട്രെസ് ആവട്ടെ, ട്രോമ ആയിക്കോട്ടെ, ചിലപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കാം. ഇതിലെ സിംറ്റംസ് എന്ന് പറയുമ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിസിക്കൽ കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ പേഷ്യൻ്റ് പറയും. അതായത് ചിലപ്പോൾ തളർച്ച, അല്ലെങ്കിൽ വേദന, അല്ലെങ്കിൽ ഈ സിംറ്റംസിനെ പറ്റിയിട്ടുള്ള എക്സസീവ് പറയും. അപ്പം ഡയഗ്നോസിസ് നടത്തുന്നത് മെഡിക്കൽ ഇവാലുവേഷൻ വഴിയായിരിക്കും. പിന്നെ ട്രീറ്റ്മെൻറ്റ് സൈക്കോ തെറാപ്പി, അതായത് CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ആൻസൈറ്റിക്കും ഡിപ്രഷനുള്ള മെഡിക്കേഷൻ വഴി ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ, യോഗ, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്സും ഒക്കെ കൊണ്ട് നമുക്ക് ഈ സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് ക്യൂർ ചെയ്യാൻ പറ്റും.